ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം മഹീന്ദ്ര അവരുടെ XUV 3XOയുടെ ഫേസ് ലിഫ്റ്റ് ഇറക്കിയപ്പോൾ, അതായത് 3X ഇറക്കിയപ്പോൾ തൊട്ട് അത്യാവശ്യം നന്നായിട്ട് വിറ്റ് പോയിക്കൊണ്ടിരുന്നൊരു വണ്ടിയാണത്. പക്ഷേ ഇനീഷ്യലി വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഡിസൈൻ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. കുറേ ആൾക്കാർക്ക് ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, ആൻഡ് അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, മൊത്തത്തിലുള്ള ഒരു ലേഔട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ദോ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിലും ഡിസൈൻ എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ളൊരു സംഭവം അല്ലായിരുന്നു. എന്തായാലും അവരിപ്പോൾ ഇതിൻ്റെ റെവെക്സ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്പെഷ്യൽ എഡിഷൻ പോലത്തെ മോഡലാണ്, പക്ഷേ സ്പെഷ്യൽ എഡിഷൻ ആണെന്ന് ചോദിച്ചാലല്ല. കാരണം റെബെക്സിൽ തന്നെ 3 വേരിയൻസ് വരുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി അധികം വൈകാതെ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഡിസൈൻ ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണും. നമുക്ക് നോർമൽ 3XOയുടെ AX സീരീസിലും MX സീരീസിലും ഒക്കെ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ സ്ഥലത്ത്, അതായത് അവിടെ ഓപ്പൺ ഗ്രില്ലൊന്നും ഇല്ല, പക്ഷേ നോർമൽ വണ്ടിയിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് അവർ കൊടുത്തിരുന്നത്. അതായത് ആ ഒരു 6 ലാക്കും അതുപോലെ ലോഗോയും വരുന്ന സ്ഥലത്ത് ഗ്ലോസി ബ്ലാക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ ഹെഡ് ലാമ്പ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഇതിൻ്റെ അകത്ത് അതില്ല. അതിന് വരും ബോഡി കളർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തിനാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ട് ഡിസൈൻ കുറച്ച് വിയേഡാണ്. അതിൻ്റെ കൂടെ ആ ഗ്ലോസി ബ്ലാക്കും കൂടെ എടുത്ത് കളഞ്ഞപ്പോഴേക്കും ഇപ്പോൾ കുറച്ചും കൂടെ വിയേഡായി. എനിക്ക് പേഴ്സണലി ഇത് അത്രയ്ക്ക് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻസിൽ പറയുക. കാരണം എല്ലാവർക്കും ഒരു അഭിപ്രായം ആയിരിക്കണം എന്നില്ലല്ലോ. പിന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ ഒരു പരിധി വരെ സെയിം ആണ്, പക്ഷേ സ്കിറ്റ് പ്ലേറ്റ്സിനൊക്കെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട്. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്കങ്ങനെ ഒരുപാട് വ്യത്യാസമൊന്നും ഇവിടെ പറയാനില്ല. സൈഡിൽ റെബെക്സിൻ്റെ ബാഡ്ജിങ് സി പില്ലറിലൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഡുവൽ ടോൺ ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഒരു ചെറിയ സ്പോയിലറൊക്കെ ഒരു ടോപ്പ് വേരിയൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ വാഷർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ബാക്കിലാണെങ്കിലും നമുക്ക് റെബെക്സിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ റിയർ ബമ്പറിൻ്റെ ഡിസൈനിലും അവർ നമ്മുടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ ആക്സൻസിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ സ്കിറ്റ് പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഡിസൈൻ അതിലൊക്കെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി സൈഡ് ക്ലാഡിംഗ് ഒക്കെ ഇപ്പോഴും കുറച്ച് വലുതാണ്. അതും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. അത് പക്ഷേ വണ്ടി ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആ ചെറിയൊരു കട്ടൊക്കെ അവർ ടോപ്പ് പോർഷനിൽ കൊടുത്ത്, അതായത് നമ്മുടെ സൈഡ് ക്ലാഡിങ്ങിൽ വരുന്ന. ഇനി വേറൊരു വ്യത്യാസം വരുന്ന അലോയ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് ഇതിനകത്ത് 2 ഓപ്ഷനാണ് കിട്ടുന്നത്. അതായത് 2 വേരിയൻസ്, അതായത് 3 വേരിയൻസ് ഉണ്ട്. ബേസിക് 2 വേരിയൻസിൽ നമുക്ക് സ്റ്റീൽ വീൽസ് ആണ് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ ഒരു ബ്ലാക്ക് വീൽ ക്യാപ്സ് ആണ് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. പക്ഷേ നോർമൽ വണ്ടിയിൽ ഡുവൽ ടോൺ ആണെങ്കിൽ ഇതിനകത്ത് ഓൾ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാലും ബ്ലാക്ക് പോലത്തെ അലോയ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് എൻഡ് XUV 3XOയുടെ AX സീരീസിനകത്ത് 17 ഇഞ്ച് അലോയ്സ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ വണ്ടിയിൽ 17 ഇഞ്ച് അല്ലെങ്കിലും ഓൾ ബ്ലാക്ക് 16 ഇഞ്ച് വീൽസ് ഉണ്ട്. ഇനി നമുക്ക് തന്നെ വേരിയൻസും കളർ ഓപ്ഷൻസും നോക്കാം. സോ റെബെക്സിൽ തന്നെ M ഉണ്ട്, M ഓപ്ഷനിലുണ്ട്, അതുപോലെ A ഉണ്ട്. ഇതാണ് 3 വേരിയൻസ് വരുന്നത്. അതിൻ്റെ അകത്ത് M ഓപ്ഷനിലും നമുക്ക് MPFI ടർബോ പെട്രോൾ എഞ്ചിനിലാണ് കിട്ടുന്നത്. A എന്ന് പറഞ്ഞ വേരിയൻറ്റ് നമുക്ക് TGDI പെട്രോൾ എഞ്ചിനിലാണ് കിട്ടുന്നത്. സോ അതാണ് അതിൻ്റെ വ്യത്യാസം. ആൻഡ് നിങ്ങൾക്ക് വണ്ടികളുടെ വേരിയൻസ് ഒക്കെ ഇവിടെ കാണാം. ബാക്കി 2 വേരിയൻസ്, അതായത് ബേസ് 2 മോഡൽസിലും നമുക്ക് അലോയ്സ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ റൂഫ് റെയിൽസ് തുടങ്ങിയ സാധനങ്ങളൊന്നും വരുന്നില്ല. ആൻഡ് സ്പോയിലർ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ടോപ്പ് എൻ്റെ A മോഡൽ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. ആൻഡ് കുറച്ചുകൂടി അഡീഷണൽ നമ്മുടെ എസ്തെറ്റിക് ലുക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. താഴത്തെ ഇതിന് 5 കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റെവെക്സ് മോഡൽ നമുക്ക് ഈ പറഞ്ഞ 5 കളേഴ്സിലായിരിക്കും കിട്ടുന്നത്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ആസച്ച് പുതിയ ഫീച്ചേഴ്സിൻ്റെ അഡീഷൻ ഒന്നും ഇല്ല. പക്ഷേ ഈ വേരിയൻസ് കമ്പയർ ചെയ്യുന്ന വേരിയൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വേരിയൻറ്റ് ഇപ്പോൾ നമ്മൾ AX7 വെച്ചും അതുപോലെ ഈ പറയുന്ന നമ്മുടെ റെബെക്സ് A വേരിയൻറ്റും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചൊക്കെ അഡീഷണൽ സാധനങ്ങൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫുൾ ബ്ലാക്ക് ലെതററ്റ് ഇൻറ്റീരിയർ സീറ്റ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. അത് ഇത്തിരി പ്രീമിയം ആയിട്ടുള്ളൊരു ഫിനിഷ് ഇതിനകത്ത് ക്യാബിനിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷേ എന്നാൽ ഓവറോൾ ക്യാബിൻ അവർ ബ്ലാക്ക് ആക്കിയിട്ടുമില്ല. ഇപ്പോൾ ടാറ്റയുടെയൊക്കെ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ബ്ലാക്ക് ആക്കിയിട്ട് തരുമല്ലോ. ഇതങ്ങനെയല്ല. സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി മാത്രം ഒരു ലെതർ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തു. പക്ഷേ ഡാഷ്ബോർഡ് ലേഔട്ട് ആയിക്കോട്ടെ, നമ്മുടെ റൂഫ് ആയിക്കോട്ടെ, പിന്നെ ഡോർ പാഡ്സ് ആയിക്കോട്ടെ, അതെല്ലാം ഇപ്പോഴും ഇതിനകത്ത് നമുക്ക് ആ ഒരു ഡുവൽ ടോൺ, അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിൽ തന്നെയാണ് കിട്ടുന്നത്. സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് സീറ്റ്സിനകത്ത് വരുന്ന ചെളിയാവുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഈ മോഡൽ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം സീറ്റൊക്കെ ബ്ലാക്ക് ആണ്. പിന്നെ അതല്ലാതെ ടോപ്പ് മോഡലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം, 10.25 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഡുവൽ സോൺ AC, ഓട്ടോ ഡിമിംഗ് IR VMs, പിന്നെ റിയർ AC വെൻസ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, ആൻഡ് ഈവൻ പാനോറാമിക് സൺറൂഫ് വരെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ താഴ്ന്ന വേരിയൻസ് എടുക്കുകയാണെങ്കിൽ സിംഗിൾ പെയിൻ സൺറൂഫും വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും ബേസ് മോഡൽ വരെ സിംഗിൾ പെയിൻ സൺറൂഫ് ഓപ്ഷനായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് M ഓപ്ഷനിൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡുവൽ ടോൺ കളേഴ്സ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അതും അവൈലബിൾ ആണ് ബ്ലാക്ക് കളർ റൂഫിൽ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ വേരിയൻസിലാണ് വരുന്നത്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്, പിന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇതിനകത്ത് MPFI മോഡലും അതുപോലെ ബാക്കി ടോപ്പ് വേരിയൻസിൽ ഇപ്പം A ആയിക്കോട്ടെ, M ആയിക്കോട്ടെ തുടങ്ങിയ വേരിയൻസിലൊക്കെ കിട്ടുന്നത് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്.
ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെട്രോളിൽ മാത്രമാണ് ഇപ്പം നിലവിൽ അവർ റെബെക്സ് മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ MX സീരീസ് അല്ലെങ്കിൽ AX സീരീസ് തന്നെ എടുക്കേണ്ടി വരും. അതുവരെ ഇതിനകത്ത് വന്നിട്ടില്ല. ചിലപ്പം കുറച്ച് കാലത്തിന് ശേഷം വരുമായിരിക്കും, അത് നമുക്കറിയില്ല. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഒരു ഇറക്കിയായിരിക്കും. ഈ ഡിസൈനിൽ ഇറക്കിയാൽ ആൾക്കാർ വാങ്ങുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ AX സീരീസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ വില കുറച്ച് ഇറക്കി കഴിഞ്ഞാൽ പുതിയ സീരീസ് ആയിട്ട് ഇറക്കിയ ആൾക്കാർ വാങ്ങുമോ എന്നൊക്കെ നോക്കാൻ. ഏതായാലും നമുക്കിനി അധികം വൈകാതെ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരാം. ഇതിൻ്റെ ബേസ് മോഡലായ അതായത് റെബെക്സ് M എന്ന് പറഞ്ഞ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 8.94 lakhs ആണ്. ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് അവർ കൂടുതൽ വാങ്ങുന്നുണ്ട്. ഓൺ റോഡ് വരുമ്പോൾ ഇത്തിരി കൂടെ കൂടുതൽ വരും. ബട്ട് സ്റ്റിൽ ആ 1 ലക്ഷം രൂപ അഡീഷണൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. ഇനി അതായത് റെബെക്സ് M ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ 9.44 lakhs ആണ്. 50,000 രൂപയാണ് നിങ്ങൾ അഡീഷണൽ കൊടുക്കേണ്ടത്. സിംഗിൾ പെൻ സൺറൂഫ് ആണ് കിട്ടുന്നത്. ഇനി നമ്മുടെ റെബെക്സ് A എന്ന് പറഞ്ഞ മോഡൽ അത് മാനുവലും ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്. മറ്റേത് നമ്മുടെ MPFA മോഡൽ വരുന്ന ആകപ്പാടെ മാനുവൽ മാത്രമേ ഉള്ളൂ, അത് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നില്ല. പക്ഷേ 1.2 M സ്റ്റാലിയൻ എഞ്ചിൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതായിരിക്കും. 11.79 lakhs ആണ് മാനുവൽ എക്സ്ഷോറൂം പ്രൈസ്. 12.99 lakhs ആണ് ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഇത് നമ്മൾ AX സീരീസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ റെസ്പെക്റ്റീവ് വേരിയൻ്റ് വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ കൂടുതലാണ് പ്രൈസ് ഇരിക്കുന്നതെങ്കിലും ടോപ്പ് എൻഡ് എടുക്കാതെ തന്നെ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് മഹീന്ദ്ര ഇതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ സ്പോർട്ടി ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത്. അതിപ്പം സ്പോർട്ടി ആക്കാൻ നോക്കിയിട്ട് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ബ്ലാക്ക് അലോയ്സ് കൊടുക്കുക എന്നുള്ളത് ഓക്കെ, പക്ഷേ ആ ഗ്ലോസി ബ്ലാക്ക് സാധനം ഗ്രില്ലിൻ്റെ പകരം എടുത്ത് കളയുന്നത് എത്രമാത്രം ലോജിക്കലായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് വെച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവർക്ക് ഇത്ര അപ്ഡേറ്റ്സ് ചെയ്യാമായിരുന്നു. അപ്പോൾ വണ്ടി സ്പോർട്ടി ആയേനെ. ഇതിപ്പോൾ അത് മാത്രം കൊണ്ട് ഒരു ഇത്തിരി ഓഫായിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ മെയിനായിട്ട്. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ബ്ലാക്ക് അലോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ സ്പോർട്ടി ആക്കാൻ വേണ്ടി എല്ലാവരും കൊടുക്കുന്നതാണ്. ഏതായാലും ഇപ്പം പിന്നെയും നമ്മുടെ സപ്പോമീറ്റർ SUV സെഗ്മെൻറ്റിൽ അത്യാവശ്യം കോമ്പറ്റീഷൻ വന്നല്ലോ. നമ്മുടെ കയ്യിലേക്ക് വന്നു, പിന്നെ സെറോസ് വന്നു. അതൊക്കെ കൊണ്ട് കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് മഹീന്ദ്ര ചിലപ്പോൾ ഒരു സ്പെഷ്യൽ എഡിഷൻ പോലെ കൊടുത്തായിരിക്കും. അല്ലാതെ ഇതൊരു ഫേസ് ലിഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓർ ഈവൻ ആക്ച്വലി ഒരു അപ്ഡേറ്റ് ഒന്നും പറയണമെന്നില്ല എന്ന് ഞാൻ പറയും. കാരണം എക്സിസ്റ്റിംഗ് മോഡലിൽ നിന്ന് അവർ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ എക്സിസ്റ്റിംഗ് വേരിയൻസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കോസ്മെറ്റിക് സാധനങ്ങൾ ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് മഹീന്ദ്രയിൽ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു, അതായത് ഡിസൈനൊക്കെ കേട്ടർ ചെയ്യുന്ന രീതിയിൽ. ഇനി ഇത് എടുക്കണോ വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുകയാണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എടുക്കാം, വലിയ പ്രശ്നമില്ല. പക്ഷേ അഗെയിൻ നിങ്ങളാണ് എടുക്കുന്നത്, വണ്ടി നിങ്ങൾക്കാണ് കാണുമ്പോൾ ഇഷ്ടപ്പെടേണ്ടത്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പെട്രോൾ എഞ്ചിനൊക്കെ അത്യാവശ്യം പവർഫുള്ളാണ്. മൈലേജ് പിന്നെ നിങ്ങൾ പൊതുവെ മഹീന്ദ്രയുടെ വാഹനങ്ങൾ എടുക്കുമ്പം ഡീസൽ അല്ല എന്നുണ്ടെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡീസലിന് അത്യാവശ്യം മൈലേജ് കിട്ടും, പക്ഷേ പെട്രോൾ എന്തായാലും മൈലേജ് കിട്ടില്ല. ഏതായാലും 3XOയുടെ കേസിൽ നമുക്കിനിയിപ്പോൾ ഒരു ഇലക്ട്രിക്കും കൂടെ വരാനുണ്ട്. ഇപ്പോൾ നിലവിൽ XUV ഫോർട്ടബിളോ മാത്രമാണ് മഹീന്ദ്രയ്ക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇലക്ട്രിക് ആയിട്ടുള്ളത്. പക്ഷേ അത് ഇത്തിരി പഴയ വണ്ടി ആയതുകൊണ്ടും ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് കിട്ടിയ പോലെ അതിൻ്റെ അകത്ത് വരാത്തതുകൊണ്ടും വലിയൊരു മാർക്കറ്റ് ആ വാഹനത്തിന് ഇപ്പം നിലവിലില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ 3XO ബേസ്ഡ് ആയിട്ടുള്ള സപ്പോമീറ്റർ ഇലക്ട്രിക് വാഹനം തന്നെ അവർ കൊണ്ടുവരുന്നുണ്ട്. അത് വരുമ്പം കുറച്ചും കൂടെ കോമ്പറ്റീഷൻ വരുമായിരിക്കും. അത് ഈ വർഷാവസാനത്തോടുകൂടി വരും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 3XO റെബെക്സ് മോഡലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചില ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗും തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. അതുവരെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.